നമ്മുടെ സുരേഷ് ഗോപി കണ്ണൂർ പോയത് വാർത്തയായി. പക്ഷേ സുരേഷ് ഗോപി പറശ്ശിനിക്കടവിൽ മുത്തപ്പനെ കാണാൻ പോയി. ഒരു ആരാധകൻ നടത്തിയ വഴിപാടിന് വേണ്ടിയിട്ടാണ് പോയത്. സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി എന്നുള്ള വാർത്തയാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അതിനാണ് പോയതെന്ന് തോന്നുന്നു. അതെ, അതായത് കണ്ണൂർ തളിപ്പറമ്പ് പാച്ചേനി പ്രിയേഷ് സുരേഷ് ഗോപിയുടെ പണ്ട് തൊട്ട് തന്നെയുള്ള ആരാധകനാണ്. സിനിമയൊക്കെ കാണുക, പോലീസ് വേഷമൊക്കെ കണ്ട് ഈ കുട്ടിയായി മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ സുരേഷ് ഗോപി മുമ്പ് മത്സരിച്ചപ്പോഴും ജയിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേർച്ചകൾ നേരുമായിരുന്നു. ഇത്തവണ അദ്ദേഹം നേർന്നത് ഈ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഈ നേരത്തെ തന്നെ ഈ ഫ്ലക്സും ഒക്കെ അടിച്ചു വെച്ചിരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഓരോരുത്തരും പ്രാർത്ഥിക്കണം, സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ വെള്ളാട്ടം നേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ അദ്ദേഹം നേർച്ച നടപ്പാക്കണമല്ലോ, വെള്ളാട്ടം. ഫ്ലക്സൊക്കെ വെച്ചു, ഇന്നാണ് ഇത് നടത്താൻ പോകുന്നത്. വെള്ളാട്ടം ഒരു പ്രധാനപ്പെട്ട വഴിപാടല്ലേ? അത് അവിടുത്തെ ഒരു വലിയ വഴിപാടാണ്. എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, നമ്മൾ ഈ പന്തീരടി പൂജ എന്നൊക്കെ പറഞ്ഞ് തൃപ്പൂണിത്തുറയിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഏറ്റവും വലിയ ഈ വഴിപാട് അവിടുത്തെ അതാണല്ലോ. സാധാരണ ചില സ്ഥലങ്ങളിലും മലബാറിലും മുട്ടറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതങ്ങനെയല്ലല്ലോ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ആഗ്രഹ പൂർത്തി എന്നുള്ള നിലയ്ക്കാണ്, വേറൊരാൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപി സാധാരണഗതിയിൽ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിൽ പോയി സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം കണ്ണൂരിലാണ് വന്നത്. അപ്പം ഞാൻ അന്ന് ആലോചിച്ചിരുന്നത്, മുമ്പ് എനിക്ക് കണ്ണൂർ തരൂ, ഞാൻ അതെ 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 ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൻ്റെ കാര്യമൊക്കെ എത്ര മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ കണ്ണൂരിനും റെഡിയാണ്, കണ്ണൂർ എനിക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ അപ്പോൾ കുറേ കാലമായി സുരേഷ് ഗോപിക്ക് എന്തോ ഒരു മമതയുണ്ട്, മമതയുണ്ട്. പക്ഷെ ഇന്ന് സുനിൽ കണ്ടോ, അവിടെ ഒരു ക്ഷേത്രത്തിൽ കണ്ണൂരിൽ ഒരു പ്രത്യേക വഴിപാട് മോഹൻലാൽ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അത് കുറച്ച് 2-3 ആഴ്ച കുറെ മുമ്പ്. മാമാനിക്കാവ് എന്തോ ഒരു കത്തി കൊണ്ട് ചെയ്യുന്നത്. അത് വളരെ പ്രസിദ്ധമായ, ശത്രുക്കൾക്കൊക്കെ ശത്രു സംഹാരവും ശത്രുബാധയൊക്കെ ഒഴിവാകാൻ വേണ്ടി ചെയ്യുന്നൊരു വഴിപാടാണെന്ന് കേട്ടിട്ടുള്ളത്. അത് ശരി, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റേ വാലിബൻ ചിത്രത്തിന് ശേഷം ശത്രുക്കൾ ഉണ്ടാവും. മോഹൻലാലിന് നിറയെ ശത്രുക്കളല്ലേ. അപ്പോൾ ഇങ്ങനെ പല ക്ഷേത്രങ്ങളും മലബാറിൽ എക്സ്പ്ലോർ ചെയ്യാത്തത്. ഇപ്പോൾ മൃദംഗ ശൈലേശ്വരി ഞാൻ പോയിട്ടുണ്ട്. അലക്സാണ്ടർ ജേക്കബിൻ്റെ അനുഭവമൊക്കെ വായിച്ച ശേഷം കുടകിലേക്ക് പോകുന്ന വഴിക്കുന്ന ഇവിടെ കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വെള്ളാട്ടം കഴിക്കുക ആ ക്ഷേത്രത്തിൽ മാത്രമല്ല അദ്ദേഹം പോയത്, വേറെയും ക്ഷേത്രങ്ങളിൽ അദ്ദേഹം പോയി. ഈ പറഞ്ഞതുപോലെ തളിപ്പറമ്പിലാണ് ആ രാജരാജേശ്വര ക്ഷേത്രവും ഉള്ളത്. വൈശാഖോത്സവത്തിന് പോയി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ, അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ നായനാരുടെ ശാരദാസ് എന്ന് പറഞ്ഞ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടോ അതിനും കൂടെയൊക്കെ ചെയ്യുന്നു. KG മാരാരുടെ സ്മാരകത്തിൽ പോകുന്നു. പക്ഷെ പ്രധാന ഉദ്ദേശങ്ങൾ ഈ ഭക്തൻ, പുള്ളിയുടെ ആരാധകൻ മുത്തപ്പന് നേർന്ന വഴിപാട് നടത്തുന്നതിനാണ്. ധാരാളം വേറെയും ക്ഷേത്രങ്ങളിലും ഒക്കെ അദ്ദേഹം പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഈ ഫ്ലക്സുകളൊക്കെ, ഒരുപാട് ഫ്ലക്സുകൾ പല സ്ഥലത്തും ഈ സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കണ്ണൂരിൽ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അല്ല, കണ്ണൂർ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ധർമ്മടത്ത്, പാറപ്പുറത്ത് പോലും CPM-ന്റെ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. പാർട്ടിക്കാർ പരസ്പരം നോക്കുക, നീയോ ഞാനോ ആരാടാ ചെയ്തത്. തളിപ്പറമ്പ്, പയ്യന്നൂര്, വലിയ ധർമ്മടം. അപ്പോൾ കണ്ണൂരിനോട് സുരേഷ് ഗോപിക്ക് ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി കണ്ണൂർ നന്നായി ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ കുറച്ച് കാലമായിട്ടുണ്ട്. കണ്ണൂർ തന്നാലും ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് വെറും വാക്ക് പറഞ്ഞതാവാൻ എനിക്ക് തോന്നുന്നില്ല. കുറെ കാലമായിട്ട് തന്നെ ഈ ആരാധകനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം, പ്രിയേഷുമായിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വേറെയും ആളുകളൊക്കെ ആയിട്ട് ആരാധകരുണ്ടെന്നൊക്കെ മനസ്സിലായി കാണണം. അല്ല, എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു, അല്ലെങ്കിൽ ജനങ്ങൾ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കൊടുത്തു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ കാണുന്നത് തൃശ്ശൂരിൻ്റെ MP എന്ന നിലയ്ക്കല്ല. പുള്ളി കേരളത്തിൻ്റെ MP ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്.
അതെ, തമിഴ്നാടിൻ്റെയും കൂടി പറഞ്ഞു. അതെ, തമിഴ്നാട് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ഓർക്കുന്നത് നമുക്ക് 20ഉം 9ഉം രാജ്യസഭാ എം പിമാർ 9 പേരുടെ കൂട്ടി കേരളത്തിനാകെ 29 എം പിമാരുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ആ ടേമിൽ കേരളത്തിൽ ഒരൊറ്റ എം പി ഉണ്ടായിരുന്നുള്ളൂ. സുരേഷ് ഗോപിയെ പോലെ പറന്ന് നടന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു എം പി 29 പേരിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. വാസ്തവമാണ്. കാരണം അദ്ദേഹം കേരളത്തിലെ എവിടെയല്ലേ അതാണ്. എങ്ങനെയാണ് മറ്റ് എം പിമാർക്ക് ശരിക്കും സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു വലിയ ബാധ്യതയാണ്. കാരണം സുരേഷ് ഗോപിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുന്നു? ജനങ്ങളൊരു ഒരു ഓഡിറ്റ് നടത്തുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ എടുക്കുന്ന സ്ട്രാറ്റജി, ഇപ്പോൾ നമ്മളിപ്പം ഈ ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എനിക്കത്ര തോന്നുന്നില്ല, ഒരു ആന മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സുരേഷ് ഗോപി പറഞ്ഞു നമ്മുടെ മെട്രോ റെയിൽ തൃശ്ശൂർ വരെ അതൊന്നും പറ്റില്ല എന്ന് പറയും എന്നാണ്. അതൊന്നും പറ്റില്ല എന്നാണ്. അതിന് പദ്ധതി പ്രൊജക്റ്റ് മാറ്റണം. പ്രൊജക്റ്റ് മാറ്റാനൊക്കെയാണ് കേന്ദ്രം പുതിയ സർക്കാർ വന്നിരിക്കുന്നത്. മെട്രോ വേണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ വിചാരിച്ചാൽ മെട്രോ ഒന്നും ഉണ്ടാകത്തില്ല. കേന്ദ്ര അനുമതി ഇല്ലാതെ, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാതെ മെട്രോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ബെഹ്റ പറയുന്ന പോലെ അതിൻ്റെ പ്രൊജക്റ്റ് മാറ്റണമെങ്കിൽ മാറ്റും. പിന്നെ CPM-കാർ പറയുന്നത് ഒരു നഗരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെട്രോ. നമ്മളൊന്ന് നോക്കണം, ആലുവ കഴിഞ്ഞാൽ അങ്കമാലി, അങ്ങനെ ഈ ആലുവ മുതൽ തൃശ്ശൂർ വരെ ഒറ്റ നഗരം പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്ത് വിവരക്കേടാ പറയുന്നത്? ഞാൻ ഡൽഹി മെട്രോയിൽ മകനൊക്കെ താമസിക്കുന്ന നോയിഡ വരെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടുന്ന് നമ്മൾ ആലുവ കഴിഞ്ഞാൽ ടൗൺ തീരുന്നില്ല. കേരളം ഒരൊറ്റ നഗരം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എസ്പെഷ്യലി ആലുവ ടു തൃശ്ശൂർ. വളരെ കുറഞ്ഞ ചില പോയിന്റുകളിൽ മാത്രമേ ഈ ജനസാന്ദ്രത കുറഞ്ഞ മേഖലകൾ വരുന്നുള്ളൂ. ഒരു ടൗൺ തന്നെയാണ്. അപ്പോൾ പിന്നെ ഉറപ്പായും ഇത് എക്സ്റ്റൻഡഡ് സിറ്റിയാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സിറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ തൃശ്ശൂരിലേക്ക് മെട്രോ നീട്ടുക എന്നുള്ളത് അത്ര അസംഭവ്യമൊന്നുമല്ല. കാരണം 1 ഇഞ്ച് ഭൂമി പോലും ബെഹ്റ പറഞ്ഞു ശുദ്ധ മണ്ടത്തരാണ്. അതെ, എനിക്ക് തോന്നി. അതാ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ തൃശ്ശൂർ ആലുവയിൽ നിന്ന് തൃശ്ശൂരേക്ക് മെട്രോ ദീർഘിപ്പിക്കൽ എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമൊന്നുമല്ല. എന്നാൽ പിന്നെ ഉടനെ ഇത് ചോദിക്കുന്നത് കേരയിൽ നഷ്ടപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ അടിക്കാനുള്ള സാധ്യത ഇല്ലാതായതിൻ്റെ സങ്കടം കൊണ്ടാണ്. മെട്രോ എന്നാൽ പിന്നെ കേരളയിലായിക്കൂടെ? പക്ഷേ കേരളയിലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കണം, മെട്രോയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കണ്ട, പില്ലറിട്ട് പോയാൽ മതി. ഇപ്പോൾ ഉള്ള നാഷണൽ ഹൈവേ കൂടെ പില്ലറിട്ട് പോയാൽ മെട്രോ തൃശ്ശൂരെത്തും, 1 ഇഞ്ച് ഭൂമി അധികം എടുക്കാതെ. അതല്ലേ വസ്തുത. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സലീം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് മാതൃഭൂമി പത്രത്തിൻ്റെ വാരാന്ത പതിപ്പിലോ മറ്റോ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഒരു ലേഖനം എഴുതിയത് പെട്ടെന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. കേരളത്തിലെ മൊത്തം റെയിൽപാതയില്ലേ, ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ഫ്ലൈ ഓവർ, ഒരു മേൽപ്പാത പണിത് കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്ക് വലിയ സൗകര്യമാണ് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷേ അതത്ര പോസിബിൾ അല്ല. റെയിൽവേ അത്ര സ്ഥലം വിട്ടുകൊടുക്കണം, അതിനുള്ള സൗകര്യം കൊടുക്കണം, നിർമ്മാണം ഒക്കെ വലിയ ഓരോ ആശയങ്ങൾ. പക്ഷേ ഇത് വളരെ ഈസിയാണ്, ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ കുറേ കാലമായി കടലാസിലാണ്. അതും ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഈ കാലത്ത് അത് ടൂറിസം ഒക്കെ ആയിട്ട് കൂടെ കണക്ട് ചെയ്ത് അതും യാഥാർത്ഥ്യമാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ 2 പദ്ധതികൾ സുരേഷ് ഗോപിക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായ കേന്ദ്രമന്ത്രിമാർ ചെയ്തതിനേക്കാളും വിപ്ലവകരമായ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു അനുകൂല കാലാവസ്ഥയുണ്ട്. ഇന്ന് ഞാൻ ആ കാശ്മീരിലെ ചെനാബ് റെയിൽ ഓവർ ബ്രിഡ്ജിനെ പറ്റി വായിച്ചു. ആ ട്രയൽ റൺ നടന്നു. അതെ. ആ 1.3 കിലോമീറ്റർ ഈ ആർച്ച് ലോകത്ത് ഇങ്ങനെ ഒരു നിർമ്മിതിയില്ല. അത് മാത്രമല്ല, അത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ കൊണ്ടാണ്, സ്റ്റീലാണ്. 1.3 കിലോമീറ്റർ മാത്രമുള്ള ഈ ആർച്ച് പാലം ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ പൊക്കമുണ്ട് സീ ബെഡിൽ നിന്ന്. അതിന് 13,000 കോടി രൂപയാണ് ഈ പാലത്തിന് മാത്രം ചെലവാക്കിയിരിക്കുന്നത്. ടോട്ടൽ പ്രോജക്റ്റ് 33,000 കോടിയാണ്. ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലൈൻ. അത്രയും ഫണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ഇത് ചെയ്തില്ലേ?
അല്ല, അപ്പോൾ അടൽ ടണൽ ഉണ്ടാക്കിയതോ? അതെ, അതൊക്കെ ചെയ്തില്ല. അസംഭവ്യം. മാർവൽസ് ആണ് ഇതൊക്കെ. അതെ അതെ, എഞ്ചിനീയറിംഗ് മാർവൽസ് ആണ്. ഈ ചെനാബ് പാലം ശരിക്കും മാർവല. ഇവിടുത്തെ പത്രത്തിൽ ഇത് ഞാൻ വായിച്ചില്ലല്ലോ. പക്ഷേ അത് ഞാൻ ഈ എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് പറയില്ല, അത് ഞാൻ പൊളിറ്റിക്കൽ മാർവൽ എന്ന് പറയും. ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് വന്നാൽ ചെയ്യാൻ പറ്റും. അസംഭവ്യം എന്ന മല തുരന്ന് അടൽ ടണൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞു. ഇപ്പോൾ മോദിയുടെ കാലത്താണ് ഇതൊക്കെ വന്നത്. അതെ, ഇതിന് അതിർത്തി പ്രദേശങ്ങളിൽ നല്ല റോഡുകൾ, അന്നൊക്കെ പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലം വരെയുള്ള കോൺഗ്രസ് സർക്കാരുകൾ പറഞ്ഞിരുന്നത് അതിർത്തി നല്ല റോഡുണ്ടാക്കി അതിൽ കൂടെ ചൈന കയറി ഇങ്ങോട്ട് വരുന്നതാണ്. ഈ ചെനാബ് പാലത്തിൻ്റെ തീരുമാനം 2003 എടുത്താണ്. 2008 മറ്റോ ഡിസൈനൊക്കെ തുടങ്ങി വെച്ചതാണ്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ബ്ലോക്കുകൾ വന്നത് ഇത് ശരിയാവില്ല. കാരണം ഈ ഇങ്ങനെ ഒരു ആർച്ച് പാലം എങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞതിൻ്റെ ടെക്നോളജിയെ പറ്റിയൊക്കെ ഇപ്പോൾ ഒരു സൗത്ത് കൊറിയൻ ഫേമാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിതിയാണ്. ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ സാധനങ്ങൾ വന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നില്ല. ഒരു പൊളിറ്റിക്കൽ വില്ലാണ്, രാഷ്ട്രീയമായ ഇച്ഛാശക്തി. എനിക്ക് തോന്നുന്നത് ആ പൊളിറ്റിക്കൽ വില്ല് ഉള്ള ആളാണ് സുരേഷ് ഗോപി. മാത്രമല്ല അദ്ദേഹത്തിന് നേരിട്ട് പ്രധാനമന്ത്രിയിലുള്ള സ്വാധീനം, ഇത് രണ്ടും കൂടെ വിനിയോഗിക്കാൻ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് 10 മിനിസ്ട്രികൾ എൻ്റെ കൂടെ നിന്നെങ്കിൽ പലതും ചെയ്യാമെന്ന്. എനിക്ക് മന്ത്രിയാകണമെന്നില്ല, MP ആയാൽ മതി എന്നും പറയാം. അതെ അതെ. അപ്പോൾ ഏതായാലും സുരേഷ് ഗോപിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തൃശ്ശൂരാണ് സുരേഷ് ഗോപി എടുത്തത്. പക്ഷേ അത് കേരളം മുഴുവൻ സുരേഷ് ഗോപി എടുക്കും. കണ്ണൂർ എന്ന് പറയണ്ട, കേരളം മുഴുവൻ സുരേഷ് ഗോപി കീഴടക്കാൻ പോകുന്ന ഒരു കാലമാണ്. ഇതിൻ്റെ അകത്ത് സഖാക്കൾ ഈ ഉയർന്ന ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടല്ലോ ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി, അതിൽ ഭയങ്കരമായി വരണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, സഖാക്കൾ വരണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പെടാത്ത ഒരാളുടെ പോസ്റ്ററും ബോർഡും വെച്ചാൽ അതവിടെ ഇരിക്കത്തില്ലായിരുന്നു. സുരേഷ് ഗോപിയുടെ ഫ്ലക്സുകളും ബോർഡുകളും അവിടെ ഒരാളും തൊടാതെ അവിടെ ഇരിപ്പുണ്ട്. കണ്ണൂരിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാവുന്ന മനസ്സുമാറ്റത്തിൻ്റെ പ്രകടമായ തെളിവല്ലേ? അതെ, അതാണ് സീനയും പറഞ്ഞത്, ഈ ബോംബ് ഹബ്ബ് പറ്റില്ല. ഒരു പാർട്ടി ഗ്രാമത്തിലെ പാർട്ടിക്കാരി പറയുന്നു എൻ്റെ വീടിന് ചുറ്റും ബോംബ് കൂട്ടും, പറ്റത്തില്ല, ഇത് മതിയാക്കണം. എന്നിട്ട് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ബോംബ് പാർട്ടിക്കാർ പൊറുക്കിക്കൊണ്ടുപോയിന്ന് പരസ്യമായി ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്. മാത്രമല്ല ഈ പാക് ഒക്യുപ്പൈഡ് കശ്മീർ ഉണ്ടല്ലോ, പാക് അധിനിവേശ കശ്മീർ, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ വലിയ വികസനമാണല്ലോ. കുറെ വിമാനത്താവളങ്ങൾ വരുന്നു, പദ്ധതികൾ വരുന്നു കശ്മീരിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് റെസ്റ്റ് ഓഫ് ദി കേരള നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം കേരളം മാറിയിരിക്കുന്നു തോന്നില്ലേ? അല്ല, ഈ കണ്ണൂരിൻ്റെ മനസ്സ് സുരേഷ് ഗോപി കീഴടക്കിയെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ മനസ്സ് സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നുവെങ്കിൽ കേരളം വലിയൊരു മാറ്റത്തിലേക്കുള്ള യാത്ര അതിവേഗം ആരംഭിച്ചു കഴിഞ്ഞു. അതെ, ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഈ അവിടുത്തെ പല സ്ഥലങ്ങളും ഈ പിണറായി വിജയൻ്റെ വാർഡുകളിൽ പാർട്ടി ഉണ്ടായ പാറപ്പുറത്ത് ഒക്കെ വാഷ്ഡ് ഔട്ടായി പോയത് പാർട്ടി. അപ്പോൾ ഈ കേരളം മാറുന്ന രാഷ്ട്രീയ കേരളത്തിൻ്റെ എഞ്ചിനാണ് സുരേഷ് ഗോപി. അതെ, പുതിയ ബോഗികൾ ഘടിപ്പിച്ചാൽ മതി. ഇരട്ട ചങ്ക് എന്ന് പറയാമോ? ഇരട്ടയോ പരട്ടയോ എന്തെങ്കിലും പറ. ഇരട്ടച്ചങ്ക് വേറൊരു സ്ഥലത്തേക്ക് സംവരണം ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ചാക്കോച്ചി എന്ന് പറയുന്നത് എന്തോ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞത് ജോഷി സംവിധാനം ചെയ്ത ലേലം സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച ചാക്കോച്ചി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞത്. സഖാക്കൾ അത് അടിച്ചു മാറ്റി വേറൊരാൾക്ക് കൊടുത്തതാണ്. അപ്പോൾ ഒറിജിനൽ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് ഡൂപ്പാണ് വിലസിക്കൊണ്ടിരുന്നത്. ഒറിജിനൽ വന്താച്ച്. ഇനി കളി മാറും.